നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടം സർവകക്ഷി നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പേരാമ്പ്ര കക്കാട് ബസ് സ്കൂട്ടിയിലിടിച്ചായിരുന്നു അപകടം. പേരാമ്പ്ര കക്കാട് പള്ളിക്ക് സമീപം ബസ് സ്കൂട്ടിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് ദാരുണമായി മരിച്ച സംഭവത്തിൽ സർവകക്ഷി നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. അപകടമരണം പതിവാകുന്നു. മരുതോങ്കര മൊയിലോത്തറ താഴത്തെ വളപ്പിൽ അബ്ദുൾ ജലീലിന്റെ മകൻ അബ്ദുൾ ജവാദാണ് മരിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാലിക്കര റീജിയണൽ സെന്ററിൽ PG വിദ്യാർത്ഥിയാണ് മരിച്ച ജവാദ്. പേരാമ്പ്രയിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നുണ്ടെന്നും വാഹനങ്ങളുടെ അമിതവേഗം നിയന്ത്രിക്കാനാകാതെ പോകുന്നതും പോലീസും മോട്ടോർ വാഹന വകുപ്പും ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതുമാണ് അപകട കാരണമെന്ന് സമരക്കാർ പറഞ്ഞു. ഈ ഒമേഗ ബസ്സിലുള്ള കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളോട് ഇതിൽ കയറാൻ. ഇന്നലെ ഞങ്ങൾ പറഞ്ഞ് ഇയാൾ കയറുന്നില്ല, ഇയാൾ ഇവിടെ തന്നെ ഇരിക്കും. ഭയങ്കര പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് കുറച്ച് യാത്രക്കാർ അതിലേക്കും കയറി ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ എടുക്കൂ, അതുകൊണ്ട് അതിൽ കയറിക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടുള്ള മത്സരമായിട്ടാണ്. അപ്പോൾ നടുവണ്ണൂർ എത്തിയരാന്ന് ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ നടുവണ്ണൂർ എത്താൻ നേരം കണ്ടക്ടർ ബ്രേക്കെന്ന് വിളിച്ച് പറയുക ഡ്രൈവറോട് കയറണ്ട, ബസ് കയറണ്ട, എന്താ വെച്ചാൽ അല്ല സ്റ്റാൻഡിലേക്ക് കയറ്റരുത്, നമുക്ക് അതിൻ്റെ മുന്നിലെത്താനാവില്ല. അങ്ങനെ ഇവർ തമ്മിലുള്ള മത്സരമായിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം ഇവിടെ വരുത്തിയത്. മലട്ട് എവിടെ എത്തി അങ്ങോട്ട് എത്തി എന്നുള്ള ഒരു കോള് ചെയ്യുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഓരോ മുക്കിലും എത്തുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്, അവിടെ ആടില്ല, ഇവിടെ ആടില്ല. അങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. എന്താ അറിയില്ല. അതുകൊണ്ടാണ് ഈ മത്സരോട്ടം കൊണ്ടാണ് ഇത്രയും വലിയ അപകടം ഇവിടെ വരുന്നത്. UDSF, DYFI, SFI, SDPI എന്നീ സംഘടനകളാണ് റോഡ് ഉപരോധിച്ചത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.